നമ്മൾ ഒരുപാട് വെറുക്കപ്പെടുന്ന, നമ്മൾ ഒരുപാട് വെറുക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് വെറുക്കുന്ന കമ്പനികളായ ടാറ്റ, ഐഡിയ, ബിർള പോലുള്ള കോർപ്പറേറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന കമ്പനികളെ നമ്മൾ ഒരുപാട് വെറുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഹൊറിബിളായിട്ട് കുറേ കാര്യങ്ങൾ ആൾക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സർക്കാർ തന്നെ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. റിലയൻസ് പോലുള്ളത് നമ്മളെ കാർന്ന് തിന്നുകയാണ്, ഇന്ത്യ എക്കണോമിയെ കാർന്ന് തിന്നുന്നു. റിലയൻസ്, ടാറ്റ, ഇങ്ങനെയൊക്കെയുള്ള കോർപ്പറേറ്റ്സ് ആണ് അവർക്ക് ബേസ് ആയിട്ട് വരുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കോർപ്പറേറ്റ്സ് എങ്ങനെ ഉണ്ടായി? ഈ കോർപ്പറേറ്റ്സ് ഒക്കെ എന്നെ പോലുള്ള ഒരാൾ അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ഒരാൾ തുനിഞ്ഞിറങ്ങി ആ ഒരാളിൽ നിന്ന് 10 പേർക്ക് ജോലി കൊടുത്തു. ആ 10 പേരിൽ നിന്ന് ഒരു സ്റ്റേറ്റിന് ജോലി കൊടുത്തു. ആ സ്റ്റേറ്റിൽ നിന്ന് ഒരു രാജ്യത്തിന് മൊത്തം ആൾക്കാർക്ക് ജോലി കൊടുത്തു. ആ രാജ്യത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വേൾഡ് ഓവറിന് ജോലി കൊടുക്കുന്ന രീതിയിൽ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരാളുടെ കഴിവാണ്. അത് നിങ്ങൾക്ക് ആ കഴിവില്ലെന്ന് പറഞ്ഞ് ജലസായിട്ടൊരു കാര്യമില്ല. നമ്മൾ ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിൽ ഒരാളിൽ നിന്ന് അങ്ങനെ ഒരു കോർപ്പറേറ്റ് കമ്പനി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ രാജ്യത്തോട് നമുക്ക് ഡെവലപ്മെൻറ്റിനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കടമ അതാണ്. അല്ല ഒരു ഗവൺമെൻറ് ജോലി മേടിച്ച് കൂട്ടിയിട്ട് അവിടെ പോയി ഒതുങ്ങിക്കൂടുന്നതല്ല. അപ്പോൾ ഇവർ തരുന്ന പൈസ അല്ലെങ്കിൽ ഇവർ അടയ്ക്കുന്ന ടാക്സിലൂടെയാണ് ഇപ്പോൾ രാജ്യം ഓടിപ്പോകുന്നത്. നമുക്ക് ഒരുപാട് പേർക്ക് ഇതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഉൾപ്പെടെ ജോലി കൊടുത്തിരിക്കുന്നത്. ഗവൺമെൻറ്റിനെ കൊണ്ട് എന്തായാലും ഇത്രയും ആൾക്കാർക്കൊന്നും ജോലി കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു കോർപ്പറേറ്റിനെ നമ്മൾ കുറ്റപ്പെടുത്താൻ.